ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അതിസമ്പന്ന രാജയോഗത്തിന് ജൂൺ മാസം മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നു. ഞാനീ പറയുന്ന 6 രാശിക്കാരുടെ തലവര തെളിയുന്ന സമയമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഈ ജൂൺ മാസം 15-നുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതമാണ് നടക്കുവാൻ പോകുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദത്തിൽ ഉൾപ്പെടുന്ന മേട രാശിക്കാരായ നിങ്ങൾക്ക്, മേടം സൂര്യരാശിയിൽ ജനിച്ച നിങ്ങൾക്ക് ജൂൺ മാസത്തെ ആദ്യത്തെ ഈ 2 ആഴ്ചക്കാലം സൂര്യൻ അനുകൂലമായ ഭാവത്തിലല്ല എന്നതിനാൽ തന്നെ ഇടപെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് ജീവിതത്തിൻ്റെ ബാലൻസ് നിലനിർത്തേണ്ടതാണ്. വിദ്യാഭ്യാസപരമായി യാതൊരു രീതിയിലുള്ള തടസ്സങ്ങൾക്കും സാധ്യതയില്ലാത്ത കാലമാണ്. മാത്രവുമല്ല, പരീക്ഷകളിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിചാരിച്ചതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന കാലമാണ്. അതുപോലെ കർമ്മഭാവത്തിൽ തടസ്സങ്ങൾ കാണുന്നതിനാൽ ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്ര പുരോഗതി ഈ ഒരു സമയത്ത് വന്നെന്നു വരില്ല. പുതിയ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കും കാര്യം നേടുവാൻ തന്നെ വളരെയധികം കാലതാമസം നേരിടുന്ന ഒരു സമയമാണ്. 7-ാം ഭാവത്തിൽ വലിയ ദോഷം ഇല്ലാത്തതിനാൽ പ്രണയ കാര്യങ്ങളിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നടന്നു കിട്ടുന്നതാണ്. പ്രണയ പങ്കാളിയുമൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഈ ഒരു സമയം സാധിക്കുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി 1/4 ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക്, ഇടവം സൂര്യരാശിയിൽ ജനിച്ച നിങ്ങൾക്ക് ഗ്രഹങ്ങൾ എല്ലാം തന്നെ അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പുതിയ വിദ്യാഭ്യാസ വർഷത്തിലെ ആദ്യത്തെ ഈ ഒരു 2 ആഴ്ച പൊതുവെ എല്ലാവിധ കാര്യങ്ങളിലും വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പാപബന്ധം നിലനിൽക്കുന്നതിനാൽ മറ്റു രംഗങ്ങളിൽ നേട്ടമുണ്ടാകുമെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചെറിയ തോതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ദൈവികമായ സൽക്കർമ്മങ്ങൾ ചെയ്ത് കാര്യങ്ങൾ നേർവഴിയാകുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ നിങ്ങൾക്ക് തൊഴിൽ രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ ഈ ഒരു സമയം ഉണ്ടാക്കുവാൻ കഴിയും. പണ്ടെന്നോ അപേക്ഷിച്ചിരുന്ന തൊഴിലിനെ സംബന്ധിച്ച് അറിയിപ്പ് കിട്ടുവാൻ ഇടയുള്ള കാലമാണ്. 7-ാം ഭാവത്തിൽ സൂര്യൻ്റെ സ്വാധീനം ഉള്ളതിനാൽ പ്രണയ കാര്യങ്ങളിൽ അല്പം കൂടി സീരിയസ് ആകുവാൻ ഇടയുണ്ട്. കളി തമാശകളിൽ വളരെയധികം താല്പര്യം കുറയുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 1/4 ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ജൂൺ മാസത്തിലെ ഈയൊരു ആദ്യത്തെ 2 ആഴ്ച പൊതുവെ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. എങ്കിലും വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ലാത്ത കാലമാണ്. തൊഴിൽ രംഗത്തും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് വിദ്യാഭ്യാസ ഭാവം ശുദ്ധമായതിനാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. അതുപോലെ കിട്ടില്ലെന്നു കരുതിയ പല ഉന്നത കോഴ്സിലും പ്രവേശനം കിട്ടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് കർമ്മഭാവത്തിന് പ്രത്യേക ദോഷമൊന്നും നിങ്ങൾക്കില്ലാത്തതിനാൽ ജോലി രംഗത്തും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകുന്ന കാലമല്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലി എന്നത് കിട്ടുവാൻ അല്പം കൂടി കാലതാമസം നേരിടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രണയ കാര്യങ്ങളിൽ ശത്രുശല്യം മൂലം ഇടയ്ക്കിടെ തടസ്സം അനുഭവപ്പെടുന്നതായി തോന്നും. സംസാരത്തിലും പ്രവൃത്തിയിലും നിങ്ങൾക്ക് കരുതൽ പുലർത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ചക്കാലം കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ എല്ലാവിധ കാര്യങ്ങളിലും
വളരെയധികം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാൻ കഴിയും. അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാഭ്യാസ ഭാവം ശുദ്ധമായതിനാൽ തന്നെ ഉയർന്ന പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ കഴിയും. അതുപോലെ തന്നെ പതിവായി കൂടുതൽ മാർക്ക് നേടിയ ആളുകളെ തന്നെ നിങ്ങൾക്ക് കടത്തി വെട്ടുവാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ കർമ്മഭാവത്തിലേക്ക് പാപബന്ധമൊന്നുമില്ലാത്തതിനാൽ ജോലിയിൽ കൂടുതൽ ഉയർന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. ഉയർന്ന വരുമാനമുള്ള പുതിയ ജോലിയിൽ ചേരുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം നടപ്പാകും. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്കും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുഴുവനും നടന്നു കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ അപവാദങ്ങളും ദുർപ്രചരണങ്ങളും കേൾക്കുവാൻ ഇടയുള്ള കാലമാണ്. ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോയാൽ തന്നെ പ്രണയബന്ധം നല്ല രീതിയിൽ നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കുന്ന കാലമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ചക്കാലം കാര്യങ്ങളെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നു കിട്ടുന്നതാണ്. അതായത് മുൻപത്തെക്കാൾ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടുന്നു എന്നൊരു തോന്നലുണ്ടാകും. അതുപോലെ വിദ്യാഭ്യാസപരമായി ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് വിദ്യാഭ്യാസ ഭാവം ശുദ്ധമായതിനാൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന കാലമാണ്. അല്പം പിന്നിലായിരുന്ന വിഷയങ്ങളിലും കൂടുതൽ മാർക്ക് വാങ്ങുവാൻ കഴിയും. അതുപോലെ കർമ്മഭാവത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉള്ളതിനാൽ തൊഴിൽ രംഗത്ത് ദൈവാനുഗ്രഹം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും മേലധികാരികളിൽ നിന്നും അംഗീകാരവും പ്രശംസയും ലഭിക്കും. അതുപോലെ 7ാം ഭാവം ശുദ്ധമായതിനാൽ ഈയൊരു 2 ആഴ്ചക്കാലം പ്രണയ പങ്കാളിയിൽ നിന്നും കൂടുതൽ സ്നേഹവും പരിപൂർണമായ പിന്തുണയും വന്നു ചേരും. പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം മാറുന്ന ഒരു കാലം കൂടിയാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, അത്തം ചിത്തിരിയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ചക്കാലം എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസങ്ങളാണ്. ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും കൂടുതൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. പരീക്ഷകളിലും വളരെ വലിയ വിജയം ഉറപ്പാണ്. തൊഴിൽ രംഗത്ത്, അതായത് പുതിയ കർമ്മ രംഗങ്ങളിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ്. നിലവിലുള്ള പ്രവർത്തന രംഗത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടായേക്കുമെങ്കിലും അവയെല്ലാം തന്നെ നിങ്ങൾക്ക് നേരിടുവാൻ കഴിയും. അതുപോലെ പ്രണയിക്കുന്ന ആളുകളുടെ പ്രണയ പങ്കാളിയിൽ നിന്ന് കൂടുതൽ സ്നേഹപൂർണമായ വാക്കും പെരുമാറ്റവും പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ സൗഹൃദ ബന്ധങ്ങളും ഈയൊരു സമയത്തിനുള്ളിൽ വന്നു ചേരും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് സൂര്യൻ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിലാകിയാൽ ഏതൊരു രംഗത്തായാലും വിചാരിച്ചതിലും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജൂൺ 10 ശേഷമുള്ള 4-5 ദിവസം കാര്യങ്ങൾക്ക് വേഗം കുറയും. സൂര്യൻ്റെ പ്രഭാവം വിദ്യാഭ്യാസ ഭാവത്തിലേക്ക് ഉള്ളതിനാൽ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം പ്രതീക്ഷിക്കാം. ഉയർന്ന വേതനം ലഭിക്കുന്ന തൊഴിലുകളുടെ വാതിൽ ഈയൊരു സമയത്തിനുള്ളിൽ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുവാൻ പ്രത്യേക കരുതൽ വേണം. അതുപോലെ തുലാം രാശിക്കാർക്ക് പ്രേമകാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പ്രണയ പങ്കാളി ഉള്ളു തുറന്നു സംസാരിക്കുന്നില്ലെന്നൊരു സംശയം തോന്നുന്നതാണ്. എങ്കിലും ജൂൺ പകുതിയോടെ പ്രതിസന്ധികളെയെല്ലാം തന്നെ വിജയകരമായി മറികടക്കുവാൻ കഴിയുന്ന കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക്
വൃശ്ചിക രാശിക്കാരായ നിങ്ങൾ സൂര്യ രാശിയിലാണ് ജനിച്ചത്. അതിനാൽ തന്നെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈയൊരു ജൂൺ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് വരുന്ന ദിവസങ്ങളിൽ അനുഭവപ്പെടുക. എങ്കിലും സൂര്യൻ അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തന്നെ എല്ലാ രംഗത്തും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതിനാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർന്ന വിജയവും അംഗീകാരവും ലഭിക്കും. അതുപോലെ തന്നെ സഹപാഠികളുടെ അസൂയ ഏറ്റുവാങ്ങേണ്ടി വരും. കിട്ടുമെന്നുറപ്പിച്ച തൊഴിൽ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായേക്കാം. എങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനവുമായി മറ്റൊരു തൊഴിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പ്രണയ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ പെരുമാറുന്നതായി അനുഭവപ്പെടും. നിങ്ങളുടെ പെരുമാറ്റം കണ്ട് പ്രണയ പങ്കാളി പോലും അത്ഭുതപ്പെടുന്ന ഒരു കാലമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ധനു രാശിക്കാരായ നിങ്ങൾക്ക് സൂര്യൻ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലല്ലാത്തതിനാൽ ജൂൺ മാസത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ചക്കാലം കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നു കിട്ടില്ല എന്നൊരു തോന്നലുണ്ടാകും. എങ്കിലും വലിയ പ്രതിസന്ധികളൊന്നും വന്നു ചേരുന്ന സമയമല്ല. ദൈവ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുള്ള ഒരു കാലം കൂടിയാണ്. വിദ്യാഭ്യാസപരമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ ഇടയില്ല. പരീക്ഷകളിൽ വളരെ ഉയർന്ന രീതിയിലല്ലെങ്കിലും വിജയമുണ്ടാകും. അതുപോലെ തൊഴിൽപരമായി പുതിയ തൊഴിൽ സാധ്യതയെക്കുറിച്ച് കേട്ട് അതിനുവേണ്ടി ശ്രമിക്കുമെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കുവാൻ കൂടുതൽ കാലതാമസം അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ധനുരാശിയിൽ ജനിച്ച നിങ്ങൾക്ക് പ്രണയ കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസങ്ങളാണ്. ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ വിജയകരമായി മറികടക്കുവാൻ കഴിയുന്ന കാലമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ചക്കാലം സൂര്യൻ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലായതിനാൽ തന്നെ ഇടപെടുന്ന എല്ലാവിധ മേഖലകളിലും വിജയം ലഭിക്കുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മാർക്കും സ്കോളർഷിപ്പും മറ്റും നേടുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കോടെ വിജയിക്കുവാൻ കഴിയും. അതുപോലെ കർമ്മഭാവം ശുദ്ധമായതിനാൽ പ്രവർത്തന രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നടന്നു കിട്ടും. അതുപോലെ മകരം സൂര്യൻ രാശിയിൽ പിറന്നയാളായതിനാൽ തന്നെ പ്രണയ കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല അനുഭവങ്ങളാണ് ഈയൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ പ്രണയ പങ്കാളിയിൽ നിന്നും കൂടുതൽ സ്നേഹവും പരിഗണനയും ലഭിക്കുന്ന ഒരു സമയമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ചക്കാലം നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഗുണ അനുഭവങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം കൂടുതലുള്ളത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും. എങ്കിലും അത്രയും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമുള്ള സമയമല്ല. നിങ്ങൾക്ക് ദൈവ അനുഗ്രഹം കൂടുതലുള്ള സമയമായതിനാൽ വിജയം കൂടെ ഉണ്ടാകും. അതുപോലെ കർമ്മഭാവത്തിൽ അഭിവൃദ്ധിയുടെ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും പ്രതാപശാലിയായി തുടരുവാൻ കഴിയുന്നതാണ്. ഈയൊരു രാശിക്കാർക്ക് ചിലർക്ക് പുതിയ തൊഴിലിലേക്ക് മാറുവാനും സാധിക്കും. പ്രണയ കാര്യങ്ങളിൽ കയറ്റി ഇറക്കമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ചില ദിവസങ്ങളിൽ പ്രണയ പങ്കാളിയിൽ നിന്നും കൂടുതൽ നല്ല സമീപനം ഉണ്ടാകുമെങ്കിലും അടുത്ത ചില ദിവസങ്ങളിൽ മുഖം തിരിച്ചെന്നു വരാം. എങ്കിലും പ്രണയബന്ധം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്.
അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീന രാശിക്കാരായ നിങ്ങൾക്ക് സൂര്യൻ നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിലെ ആദ്യത്തെ ഈ രണ്ടാഴ്ചക്കാലം നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിജയമുണ്ടാകും. അതുപോലെ വിദ്യാഭാവം ശുദ്ധമായതിനാൽ വിദ്യാഭ്യാസ രംഗത്തെ അലസതയും പരാജയ ഭീതിയുമെല്ലാം മാറി വലിയ ഒരു ഉണർവ് കാണപ്പെടുന്നതാണ്. മത്സര പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ സമീപിക്കുവാനും സാധിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ചെറിയ തോതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. പാപഗ്രഹം ആ ഭാവത്തിൽ നിൽക്കുന്നതിനാലാണ്. ദൈവികമായ സൽക്കർമ്മങ്ങളിലൂടെ ആത്മവിശ്വാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ഏഴാം ഭാവം ശുദ്ധമായിരിക്കുന്നതിനാൽ പ്രണയ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതിയും സ്നേഹവും അനുഭവപ്പെടുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.